കളർ സിനിമകൾ തിയേറ്റർ ഭരിക്കുന്ന ഈ ഒരു കാലത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കോടികളുടെ കളക്ഷൻ ഉണ്ടാക്കുന്നു. പറഞ്ഞു വരുന്നത് മമ്മൂക്ക ചിത്രമായ ബ്രഹ്മയുഗത്തെക്കുറിച്ചാണ്. ഈ ഒരു ചിത്രം മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച കാലിക്കറ്റ് കൈരളി തിയേറ്ററിൽ മാറ്റിനി ഷോ കഴിഞ്ഞ് വരുന്ന പ്രേക്ഷകരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു ചിത്രം കാണാൻ കുടുംബ പ്രേക്ഷകർ എത്തിയിട്ടുണ്ടോ, യുവാക്കൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം. ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ ഒരു സിനിമ റിലീസാവുന്നതിൻ്റെ മുന്നേ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചിത്രത്തിന് നേരെ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാനൊക്കെ പ്രേക്ഷകർ എത്തുമോ എന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. 2Dയും 3Dയും 4Kയും വിലസുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സിനിമ നന്നായാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അതും കാണാൻ പ്രേക്ഷകർ എത്തുമെന്നുള്ളതിൻ്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് മമ്മൂക്ക ചിത്രമായ ബ്രഹ്മയുഗം. നല്ല രീതിയിലുള്ള പ്രേക്ഷകർ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് മാറ്റിനി ഷോ കാണാൻ കാലിക്കറ്റ് കൈരളി തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അതിൽ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാത്തരം ഓഡിയൻസും ഈ ഒരു സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. അതാണ് ശ്രദ്ധേയം. ഇന്നലെ വരെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ ഈ ഒരു സിനിമ കാണാൻ വരില്ല. കാരണം കുട്ടികളെ കൊണ്ട് എങ്ങനെയാണ് അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുക എന്നുള്ളത്. അങ്ങനെയും ഒരു കൂട്ടർ ഈ ഒരു സിനിമയെ താറടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ തന്നെയാണ് ഈ ഒരു ഫാമിലിയും കുട്ടികളും മുതിർന്നവരും എല്ലാവരും എത്തിയിട്ടുള്ളത്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ പണം വാരി പടങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും നടന്നു ചെല്ലുന്നത്. 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്ന് 16 കോടി രൂപ നേടി എന്നുള്ള അൺഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മൂന്നാം ദിവസമായ ഇന്നും 2ാം ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ 3ാമത്തെ ദിവസം നേടും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തേക്ക് ബുക്ക് മൈ ഷോ ആപ്പുകൾ സൂചിപ്പിക്കുന്നത്. നാളെ 4ാം ദിവസമാണ്. ചിത്രത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ബോക്സ് ഓഫീസിൽ ഒട്ടനവധി ഷോകൾ നാളത്തേക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാലിക്കറ്റ് കൈരളി തിയേറ്ററിൽ ഉച്ചക്കത്തെ ഷോ കഴിഞ്ഞ് വരുന്ന പ്രേക്ഷകരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാലിക്കറ്റ് കൈരളി തിയേറ്ററിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, വേൾഡ് വൈഡായിട്ട് 3ാമത്തെ ദിവസവും ഈ ഒരു ചിത്രത്തിന് ഇത് തന്നെയാണ് അവസ്ഥ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട്സ്.